നമസ്കാരം, മീഡിയ ഫോർ വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ അമൃത. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. കരുവന്നൂർ എട്ടുമന ഗ്രാമീണ വായനശാലയുടെ നവതി ആഘോഷമായി ഗ്രാമോത്സവം. വിഷുവിനെ വരവേറ്റ നാടിന് ആവേശമായി നൃത്തസന്ധ്യ. പഴുവിൽ വിശുദ്ധ ആന്തോണീസിന്റെ തീർത്ഥ കേന്ദ്രത്തിലെ ഊട്ടുതിരുനാൾ ഈ മാസം 17 മുതൽ 20 വരെ ആഘോഷിക്കും. തിരുനാളിന് മുന്നോടിയായുള്ള നവനാൾ തിരുകർമ്മങ്ങൾക്ക് ഈ മാസം 10-ന് തുടക്കമായി. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പാലക്കൽ യൂണിറ്റിന്റെ വാർഷിക പൊതുയോഗം നടന്നു. പുതിയ ഭാരവാഹികളെ പൊതുയോഗം തിരഞ്ഞെടുത്തു. വാർത്തകൾ വിശദമായി. കരുവന്നൂർ എട്ടുമന ഗ്രാമീണ വായനശാലയുടെ നവതി ആഘോഷമായി ഗ്രാമോത്സവം. വിഷുവിനെ വരവേറ്റ നാടിന് ആവേശമായി നൃത്തസന്ധ്യ. വിഷു തലേന്നാൾ വൈകിട്ട് വായനശാല അങ്കണത്തിലാണ് നൃത്തസന്ധ്യ അരങ്ങേറിയത്. വൈകിട്ട് 6:30 മുതൽ രാത്രി 9:30 വരെ നീണ്ടുനിന്നതായിരുന്നു നൃത്തസന്ധ്യ. വായനശാല നവതി ആഘോഷ സംഘാടക സമിതി ചെയർമാൻ PK ലോഹിതാക്ഷൻ നൃത്തസന്ധ്യ ഉദ്ഘാടനം ചെയ്തു. ഈ ചടങ്ങിനെ കുറിച്ച് ആമുഖമായ അനിൽ പൂക്കാട്ടിലും എന്തുകൊണ്ടാണ് സംഘടിപ്പിക്കപ്പെടുന്നതിൻ്റെ വായനശാലയുടെ പ്രസിഡന്റും നമുക്ക് ഏറെ പ്രിയങ്കരനുമായ മനോജ് സൂചിപ്പിച്ചിരിക്കുക. അതുകൊണ്ട് ആ കാര്യങ്ങളൊന്നും തന്നെ ഞാൻ പ്രതിപാദിക്കുന്നുമില്ല. ഇവിടെ നമ്മുടെ ഈ കൂട്ടായ്മ വിഷു തലേന്ന് നമ്മൾ വിളവിൻ്റെ ഉത്സവം അതൊരു കൂട്ടായ്മയുടെ ഉത്സവമാക്കി മാറ്റുന്ന ഒരു പ്രക്രിയയാണ് നമ്മളിവിടെ ചെയ്യുന്നത്. അത് വലിയ ഒരു സംഭവം തന്നെയാണ്. കാരണം നമ്മുടെ നാട്ടിലെ ആളുകളുടെ ഐക്യം ഊട്ടിയുറപ്പിക്കാനും പരസ്പരം കാണാനും അവരൊന്ന് കൈകോർക്കാനും നമുക്ക് കിട്ടുന്ന അവസരമാണിത്. അത് ശരിക്കും ഈ പ്രദേശത്തെ ജനങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് എന്നാണ് നമുക്ക് ഇതൊക്കെ കാണുമ്പോൾ മനസ്സിലാകുന്നത്. തീർച്ചയായിട്ടും ഇത് നല്ല ഒരു സംരംഭമാണ്, ഇതൊരു നല്ല തുടക്കമാണ്. അത് നമുക്ക് ദീർഘകാലങ്ങൾ കൊണ്ടുപോകാൻ ഈ വായനശാലയുടെ ആയുസ് പോലെ തന്നെ പറഞ്ഞല്ലോ മനോജ്, 90 വർഷം പിന്നിടാന്ന്. അതുപോലെ തന്നെ ഇത് നമുക്കിങ്ങനെ നൂറ്റാണ്ടുകളുടെ ചരിത്രമായി ഈ സംഭവങ്ങളെ മാറ്റിയെടുക്കാൻ നമുക്ക് കഴിയണം. അതിനുള്ള മനസ്സ് പുതിയ തലമുറയ്ക്കുണ്ടാവണം. അത് വലിയൊരു സംഭവമാണ് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിങ്ങളുടെയൊക്കെ സമ്മതത്തോടു കൂടി ഇവിടെ അധ്യക്ഷനായ സമിതി പ്രസിഡന്റ് KS മനോജ്, സെക്രട്ടറി അനിൽ പൂക്കാട്ടിൽ എന്നിവർ സംസാരിച്ചു. വീരനാട്യം, തിരുവാതിരക്കളി എന്നിവ നൃത്തസന്ധ്യയ്ക്ക് ആവേശം പകർന്നു. ചേർപ്പ് മേക്കാവിലമ്മ, സ്വസ്തിക, വീരനാട്യം മുത്തുള്ളിയാൽ എന്നീ ടീമുകളാണ് നൃത്തസന്ധ്യയിൽ പങ്കെടുത്തത്. പഴുവിൽ വിശുദ്ധ ആന്തോണീസിന്റെ തീർത്ഥ കേന്ദ്രത്തിലെ ഊട്ടുതിരുനാൾ ഈ മാസം 17 മുതൽ 20 വരെ ആഘോഷിക്കും. തിരുനാളിന് മുന്നോടിയായുള്ള നവനാൾ തിരുകർമ്മങ്ങൾക്ക് ഈ മാസം 10-ന് തുടക്കമായി. ഈ വർഷവും വിപുലമായാണ് വിശുദ്ധ ആന്തോണീസിന്റെ ഊട്ടുതിരുനാൾ ആഘോഷിക്കുകയെന്ന് ഇടവക വികാരി ഫാദർ ഡോക്ടർ ജോബ് വടക്കൻ, അസിസ്റ്റന്റ് വികാരി ഫാദർ ടോൾമിൻ മൊറേലി എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഊട്ടുതിരുനാളിന് ഇക്കഴിഞ്ഞ 10-ന് കൊടിയേറി. ദീപാലങ്കാരം, സ്വിച്ച് ഓൺ കർമ്മം വ്യാഴാഴ്ച വൈകിട്ട് 5-ന് നടന്ന വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ഒല്ലൂർ പള്ളി അസിസ്റ്റന്റ് വികാരി ഫാദർ ഡേവിസ് പുലിക്കോട്ടിൽ നിർവഹിച്ചു. 17-ന് വെള്ളിയാഴ്ച വൈകിട്ട് 5-ന് വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം നടക്കുന്ന പ്രസുതേന്തി വാഴ്ച പൂച്ചിന്നിപ്പാടം ഇടവക വികാരി ഫാദർ ജിയോ പള്ളിപ്പുറത്തൂക്കാരൻ നിർവഹിക്കും. 18-ന് വൈകിട്ട് 4-ന് ഇടവക പള്ളിയിൽ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം കൂട് തുറക്കൽ ശുശ്രൂഷയും തുടർന്ന് തീർത്ഥകേന്ദ്രത്തിലേക്ക് പ്രദക്ഷിണവും നടക്കും. കുടുംബ കൂട്ടായ്മകളിൽ നിന്നുള്ള വള എഴുന്നള്ളിപ്പുകൾ വെള്ളി, ശനി ദിവസങ്ങളിൽ വൈകിട്ട് തീർത്ഥകേന്ദ്രത്തിൽ സമാപിക്കും. തിരുനാൾ ദിനമായ ഞായറാഴ്ച രാവിലെ 10-ന് അടിമ സമർപ്പണം നടക്കും. രാവിലെ 10:30-ക്ക് ആഘോഷമായ തിരുനാൾ പാട്ട് കുർബാന. മുക്കാട്ടുകര ഇടവക വികാരി ഫാദർ ഡോക്ടർ വിൻസെന്റ് ചെറുവത്തൂർ മുഖ്യ കാർമ്മികനാകും. തൃശൂർ കാൽവരി സെമിനാരി റെക്ടർ ഫാദർ ഡോക്ടർ ജെയ്സൺ വടക്കൻ തിരുനാൾ സന്ദേശം നൽകും. വൈകിട്ട് 5-ന് വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ഇടവക പള്ളിയിലേക്ക് തിരുനാൾ പ്രദക്ഷിണവും തുടർന്ന് വിശുദ്ധ കുർബാനയുടെ ആശീർവാദവും നടക്കും. ശനിയാഴ്ച വൈകിട്ട് 7 മുതൽ രാത്രി 10 വരെയും ഞായറാഴ്ച രാവിലെ 9 മണി മുതൽ ഉച്ചയ്ക്ക് 2 മണി വരെയും നേർച്ച ഊട്ട് വിതരണം നടക്കും. തിങ്കളാഴ്ച രാവിലെ ഇടവക പള്ളിയിൽ പരേതർക്കായി വിശുദ്ധ കുർബാന അർപ്പിക്കും. വൈകിട്ട് 7-ന് ഗാനമേള അരങ്ങേറും.
ഈ മാസം 26-ന് തിരുനാൾ 8-ാം ഇടം ആഘോഷിക്കുമെന്നും ഇടവക വികാരി അറിയിച്ചു. നടത്തുകൈക്കാരൻ ജെയിംസ് തട്ടിൽ, തിരുനാൾ ജനറൽ കൺവീനർ കൊമ്പൻ ജോസഫ് സ്റ്റാൻലി എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഏപ്രിൽ 2026 17, 18, 19, 20 വെള്ളി, ശനി, ഞായർ, തിങ്കൾ ദിവസങ്ങളിൽ ആഘോഷം ഉണ്ടാകുകയാണ്. ഇത് ഐക്യത്തിൻ്റെയും കൂട്ടായ്മയുടെയും പങ്കുവെക്കലിൻ്റെയും അതുപോലെ തന്നെ ഉണ്ടാകലിൻ്റെയും ഒരു തിരുനാളായിട്ടാണ് ഇതിനെ എല്ലാവരും വിശേഷിപ്പിക്കുകയാണ്. എല്ലാവരെയും തിരുനാളിലേക്ക് ഏറ്റവും സ്നേഹത്തോടുകൂടെ സ്വാഗതം ചെയ്യുന്നു. നമുക്ക് തിരുനാൾ കൂടിയായിട്ടാണ് ഈ തിരുനാളിനെ വിശേഷിപ്പിക്കുക. കുറേയധികം പേരെ നേർച്ച ഭക്ഷണം കഴിക്കുവാനായിട്ട് വരും. അങ്ങനെ ഈ തിരുനാളിനോട് ബന്ധപ്പെട്ട വിശുദ്ധ കർമ്മങ്ങളിൽ മറ്റ് ആഘോഷങ്ങളിലൊക്കെ പങ്കെടുക്കുന്നത് വിശുദ്ധൻ്റെ മാധ്യസ്ഥത അനുഭവിക്കുവാൻ സാധിക്കുമാറാകട്ടെ എന്ന അവസരത്തിലെ എല്ലാവരെയും ആശംസിക്കുന്നു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പാലക്കൽ യൂണിറ്റിന്റെ വാർഷിക പൊതുയോഗം നടന്നു. പുതിയ ഭാരവാഹികളെ പൊതുയോഗം തിരഞ്ഞെടുത്തു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി തൃശൂർ ജില്ലാ പ്രസിഡന്റ് അബ്ദുൽ ഹമീദ് പൊതുയോഗം ഉദ്ഘാടനം ചെയ്തു. പാലക്കൽ യൂണിറ്റ് പ്രസിഡന്റ് സുനിൽ സൂര്യ അധ്യക്ഷനായി. ജില്ലാ ജനറൽ സെക്രട്ടറി വിനോദ് കുമാർ, ജില്ലാ വൈസ് പ്രസിഡന്റ് കെ ഭാഗ്യനാഥൻ, ജില്ലാ വനിതാ വിംഗ് ചെയർപേഴ്സൺ ഷൈന ജോർജ്, ജില്ലാ യൂത്ത് വിംഗ് പ്രസിഡന്റ് പ്രതീഷ് പോൾ, നാട്ടിക നിയോജക മണ്ഡലം വനിതാ വിംഗ് ചെയർപേഴ്സൺ ഷീല പ്രേംരാജ്, നാട്ടിക മണ്ഡലം യൂത്ത് വിംഗ് ചെയർമാൻ താജുദ്ദീൻ കാവുങ്ങൽ എന്നിവർ സംസാരിച്ചു. തുടർന്ന് പുതിയ ഭാരവാഹികളുടെ തിരഞ്ഞെടുപ്പ് നടന്നു. യൂണിറ്റ് പ്രസിഡന്റായി വോട്ടെടുപ്പിലൂടെ ജോജി ജേക്കബിനെ തിരഞ്ഞെടുത്തു. KJ ടീസൺ സെക്രട്ടറിയായും EJ ബെറ്റ്സ് ട്രഷററായും തിരഞ്ഞെടുക്കപ്പെട്ടു. കാരുണ്യയിലെ അമ്മമാർക്കൊപ്പം വിഷു ആഘോഷിച്ച് കോൺഗ്രസ് പ്രവർത്തകർ. കോൺഗ്രസ് താന്യം മണ്ഡലം കമ്മിറ്റിയാണ് വിഷു ആഘോഷമൊരുക്കിയത്. കാരുണ്യ വൃദ്ധസദനത്തിലായിരുന്നു വിഷു ആഘോഷം. കോൺഗ്രസ് ചേർപ്പ് ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് ഷൈജു സായിറാം വിഷു ആഘോഷം ഉദ്ഘാടനം ചെയ്തു. കാരുണ്യയിലെ അമ്മമാർക്ക് വിഷു കൈനീട്ടവും കണിക്കൊന്ന പൂവും അദ്ദേഹം സമ്മാനിച്ചു. കോൺഗ്രസ് താന്യം മണ്ഡലം പ്രസിഡന്റ് ആൻഡോ തൊറയൻ അധ്യക്ഷനായി. പോൾ പുലിക്കോട്ടിൽ, പ്രമോദ് കണിമംഗലത്ത്, ഡെയ്സി പോൾസൺ, അലി സഗീർ, രേണുക റിജു, ബിജു താണിക്കൽ, സലീഷ് കരിപ്പാറ എന്നിവർ സംസാരിച്ചു. വിഷു ആഘോഷത്തിന്റെ ഭാഗമായി അമ്മമാരുടെ ഗാനാലാപനവും അരങ്ങേറി. തൃശൂർ ചെമ്പൂക്കാവിൽ നിയന്ത്രണം വിട്ട ഥാർ ജീപ്പും കാറും കൂട്ടിയിടിച്ച് അപകടത്തിൽ 2 പേർക്ക് പരിക്ക്. ചെമ്പൂക്കാവിൽ ബുധനാഴ്ച രാത്രി 10 മണിയോടെയായിരുന്നു നിയന്ത്രണം വിട്ട വാഹനങ്ങൾ തമ്മിൽ കൂട്ടിയിടിച്ചത്. KSFE ഓഫീസിന് മുന്നിലായിരുന്നു അപകടം. തിരുവനന്തപുരം വാമനപുരം സ്വദേശികൾ സഞ്ചരിച്ചിരുന്ന ഥാർ ജീപ്പും മലപ്പുറം സ്വദേശികൾ സഞ്ചരിച്ച MG കാറുമാണ് അപകടത്തിൽപ്പെട്ടത്. നിയന്ത്രണം നഷ്ടപ്പെട്ട ഥാർ ജീപ്പ് MG കാറിൽ ഇടിച്ചതിന് പിന്നാലെ സമീപത്ത് പാർക്ക് ചെയ്തിരുന്ന ഓട്ടോറിക്ഷയിലേക്ക് പാഞ്ഞു കയറുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ MG കാർ റോഡിൽ തലക്കീഴായി മറിഞ്ഞു. പരിക്കേറ്റവരെ തൃശൂർ ദയ ആശുപത്രിയിലും ജൂബിലി മിഷൻ ആശുപത്രിയിലുമായി പ്രവേശിപ്പിച്ചു. അപകടം നടന്നയുടൻ പ്രദേശവാസികളും തൃശൂർ ഈസ്റ്റ് പോലീസും ചേർന്ന് രക്ഷാപ്രവർത്തനം തുടങ്ങിയിരുന്നു. തലക്കീഴായി മറിഞ്ഞുകിടന്ന കാർ നീക്കം ചെയ്തതിനു ശേഷം ഗതാഗതം പുനഃസ്ഥാപിച്ചു. തൃശൂർ ഈസ്റ്റ് പോലീസ് സ്ഥലത്തെത്തി. പെരിങ്ങോട്ടുകര മാവിൻ ചുവട് കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ മാവിഷ് പരിപാടി സംഘടിപ്പിച്ചു. മാവിഷിൽ സ്പോർട്സ് കിറ്റ് വിതരണവും വീരനാട്യവും നടന്നു. പെരിങ്ങോട്ടുകര ആവണങ്കാട്ട് കളരി മഠാധിപതി അഡ്വക്കേറ്റ് AU രഘുരാമ പണിക്കർ മാവിഷ് ഉദ്ഘാടനം ചെയ്തു. കരളി ബുക്സ് പ്രസിദ്ധീകരിച്ച നോവലിസ്റ്റ് നിസി വാസന്റെ നൈർമല്യം എന്ന പുസ്തകത്തിന്റെ പ്രകാശനം ചടങ്ങിൽ നടന്നു. താന്യം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് NA പീതാംബരൻ പുസ്തക പ്രകാശനം നിർവഹിച്ചു. കമ്മ്യൂണിറ്റി അംഗം പ്രതീഷ് അധ്യക്ഷനായി. കമ്മ്യൂണിറ്റി അംഗം ആതിര ശരത്, താന്യം ഗ്രാമപഞ്ചായത്ത് 15-ാം വാർഡ് അംഗം ഹിമ പ്രവീൺ, ബിമൽ തണ്ടാശ്ശേരി എന്നിവർ സംസാരിച്ചു. മാവിൻ ചുവട് കൂട്ടായ്മയിലെ 40 കുട്ടികൾക്ക് സ്പോർട്സ് കിറ്റ്, സ്കൂൾ കിറ്റ് എന്നിവ ചടങ്ങിൽ വിതരണം ചെയ്തു. തുടർന്ന് ചാഴൂർ കാലിക കലാവേദി ടീം അവതരിപ്പിച്ച വീരനാട്യം അരങ്ങേറി. ചന്ദ്രാപിന്നിയിൽ വാട്ടർ അതോറിറ്റിയുടെ വിലയേറിയ പൈപ്പ് സാമഗ്രികൾ മോഷ്ടിച്ച കേസിൽ 2 പ്രതികൾ അറസ്റ്റിൽ. 1.5 ലക്ഷം രൂപ വരുന്ന പൈപ്പ് സാമഗ്രികൾ മോഷ്ടിച്ച കേസിലാണ് അറസ്റ്റ്. ചന്ദ്രാപിന്നി CV സെന്ററിന് വടക്ക് ഭാഗത്ത് വാട്ടർ അതോറിറ്റിയുടെ ജലവിതരണ ടാങ്കിന് താഴെ സൂക്ഷിച്ചിരുന്ന പ്രത്യേക വാർപ്പിരുമ്പ് സാമഗ്രികളാണ് മോഷണം പോയത്.
എടത്തിരുത്തി പഞ്ചായത്തിൽ കുടിവെള്ള ചോർച്ചയുടെ അറ്റകുറ്റപ്പണിക്ക് എത്തിച്ചതായിരുന്നു മോഷണം പോയ പൈപ്പ് ഉപകരണങ്ങൾ. 1,44,435 രൂപ വില വരുന്ന പൈപ്പ് സാമഗ്രികളാണ് പ്രതികൾ മോഷ്ടിച്ചത്. കേസിൽ ചന്ദ്രാപിന്നി സ്വദേശികളായ ഈരാറ്റുവീട്ടിൽ ഗോകുൽ, ഭഗവതിപ്പറമ്പിൽ വീട്ടിൽ സന്ദീപ് എന്നിവരെയാണ് കയ്പമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തത്. മോഷണം നടന്ന സ്ഥലം, പരിസര പ്രദേശം എന്നിവിടങ്ങളിൽ നിന്ന് ലഭിച്ച സൂചനകളുടെ അടിസ്ഥാനത്തിലാണ് പ്രതികൾ പിടിയിലായത്. നടപടിക്രമങ്ങൾക്ക് ശേഷം പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. മോഷ്ടിച്ച പൈപ്പ് സാമഗ്രികൾ പ്രതികൾ ചന്ദ്രാപിന്നി, പുളിഞ്ചോട്, പാലപ്പെട്ടി എന്നിവിടങ്ങളിലെ ആക്രിക്കടകളിൽ വിൽക്കുകയായിരുന്നു. മോഷണ മുതലുകൾ അന്വേഷണ സംഘം കണ്ടെടുത്തു. കയ്പമംഗലം SHO ബിജിത്ത്, SI ഫാദിൽ റഹ്മാൻ, ഗ്രേഡ് SI ജെയ്സൺ, ഗ്രേഡ് ASI രമേശ്, ഗ്രേഡ് സീനിയർ CPOമാരായ സുനിൽകുമാർ, ജോസഫ്, സിനോജ്, CPO ശരത് എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്. വടക്കാഞ്ചേരിയിൽ നിയന്ത്രണം വിട്ട കാർ വെള്ളമില്ലാത്ത തോട്ടിലേക്ക് മറിഞ്ഞു. അപകടത്തിൽ കാറിൽ ഉണ്ടായിരുന്ന 2 കുടുംബത്തിലെ 4 പേർക്ക് പരിക്ക്. എരുമപ്പെട്ടി കാഞ്ഞിരക്കോട് ടർഫിന് സമീപത്താണ് അപകടമുണ്ടായത്. വ്യാഴാഴ്ച പുലർച്ചെ 2 മണിയോടെയായിരുന്നു അപകടം. മലപ്പുറം സ്വദേശികളായ കൊട്ടാരപ്പറമ്പിൽ വീട്ടിൽ ഷൗക്കത്ത് അലി, ഭാര്യ മുബീന, മക്കളായ ഫാത്തിമ, ജന്ന, മുഫ്ലിഹ് എന്നിവർക്കാണ് പരിക്കേറ്റത്. നിയന്ത്രണം നഷ്ടപ്പെട്ട കാർ റോഡരികിൽ താഴ്ചയിലുള്ള വെള്ളമില്ലാത്ത തോട്ടിലേക്ക് മറിഞ്ഞായിരുന്നു അപകടം. തോട്ടിലേക്കുള്ള വീഴ്ചയുടെ ആഘാതത്തിൽ കാർ പൂർണ്ണമായും തകർന്നു. അപകട വിവരമറിഞ്ഞ് സ്ഥലത്തെത്തിയ വടക്കാഞ്ചേരി ആക്ട്സ് പ്രവർത്തകരാണ് രക്ഷാപ്രവർത്തനത്തിന് തുടക്കമിട്ടത്. തകർന്ന കാറിനുള്ളിൽ കുടുങ്ങിക്കിടന്നവരെ പുറത്തെടുത്ത് ഉടൻ തന്നെ ആംബുലൻസിൽ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. ഗുരുവായൂർ തൊഴിയൂരിൽ നിയന്ത്രണം വിട്ട ബൈക്ക് മറിഞ്ഞ് യുവാവ് മരിച്ചു. വടക്കേക്കാട് സ്വദേശി ചന്ദനത്ത് വീട്ടിൽ ദിൽഷാദാണ് മരിച്ചത്. ആൽത്തറ ഗുരുവായൂർ സംസ്ഥാന പാതയിൽ തൊഴിയൂർ ICA കോളേജിന് സമീപം വ്യാഴാഴ്ച രാവിലെയായിരുന്നു അപകടം. ദിൽഷാദ് സഞ്ചരിച്ച ബൈക്ക് നിയന്ത്രണം വിട്ടതിനെ തുടർന്ന് റോഡിൽ മറിഞ്ഞായിരുന്നു അപകടം. ഗുരുതരമായി പരിക്കേറ്റ യുവാവിനെ ഉടൻ തന്നെ തൊഴിയൂർ ലൈഫ് കെയർ ആംബുലൻസ് പ്രവർത്തകർ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കുന്നംകുളം കാട്ടാക്കാമ്പൽ ചിറിയൻകാട് BJP CPIM പ്രവർത്തകർ തമ്മിൽ സംഘർഷത്തിൽ 3 പേർക്ക് പരിക്ക്. കുന്നംകുളം കാട്ടാക്കാമ്പൽ ചിറിയൻകാട് BJP CPM പ്രവർത്തകർ തമ്മിലുണ്ടായ തർക്കമാണ് ഏറ്റുമുട്ടലിൽ കലാശിച്ചത്. CPIM പ്രവർത്തകൻ ചിറിയൻകാട് സ്വദേശി അഭിജിത്ത്, BJP പ്രവർത്തകരായ കാശിനാഥ്, ബിന്ദു എന്നിവർക്കാണ് സംഘർഷത്തിൽ പരിക്കേറ്റത്. ബുധനാഴ്ച രാത്രി 10:30 ചിറിയൻകാട് സെന്ററിലായിരുന്നു സംഭവം. ക്ഷേത്രത്തിൽ വീരനാട്യം പരിപാടി കഴിഞ്ഞ് മടങ്ങുകയായിരുന്നു ഇരുവിഭാഗം പ്രവർത്തകർ. ചിറയൻകാട് സെന്ററിൽ വെച്ച് തർക്കമുണ്ടാവുകയും ഇത് ഏറ്റുമുട്ടലിലേക്ക് വഴിമാറുകയുമായിരുന്നു. സംഘർഷത്തിൽ അഭിജിത്ത് എന്ന യുവാവിന്റെ തലയ്ക്ക് പരിക്കേറ്റു. അഭിജിത്തിനെ കുന്നംകുളം ദയ റോയൽ ആശുപത്രിയിലും BJP പ്രവർത്തകരായ കാശിനാഥ്, ബിന്ദു എന്നിവരെ കുന്നംകുളം മലങ്കര ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. സംഭവവുമായി ബന്ധപ്പെട്ട് ഇരുവിഭാഗവും കുന്നംകുളം പോലീസിൽ പരാതി നൽകി. പ്രദേശത്ത് സംഘർഷാവസ്ഥ നിലനിൽക്കുന്നതിനാൽ പോലീസ് കനത്ത ജാഗ്രതയിലാണ്. ഊരകം പോസ്റ്റ് ഓഫീസ് പരിസരം എന്നിവിടങ്ങളിൽ വെച്ച് ചെക്ക് ബുക്ക്, ബാങ്ക് പാസ്ബുക്ക് എന്നിവ അടങ്ങിയ കവർ നഷ്ടപ്പെട്ടു. കണ്ടുകിട്ടുന്നവർ 9747332004 എന്ന നമ്പറിൽ അറിയിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 14,260 രൂപ, പവന് 1,14,080 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. കരുവന്നൂർ എട്ടുമന ഗ്രാമീണ വായനശാലയുടെ നവതി ആഘോഷമായി ഗ്രാമോത്സവം. വിഷുവിനെ വരവേറ്റ നാടിന് ആവേശമായി നൃത്തസന്ധ്യ. പഴുവിൽ വിശുദ്ധ ആന്തോണീസിന്റെ തീർത്ഥ കേന്ദ്രത്തിലെ ഊട്ടുതിരുനാൾ ഈ മാസം 17 മുതൽ 20 വരെ ആഘോഷിക്കും.
തിരുനാളിന് മുന്നോടിയായുള്ള നവനാൾ തിരുക്കർമ്മങ്ങൾക്ക് ഈ മാസം 10-ന് തുടക്കമായി. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പാലക്കൽ യൂണിറ്റിന്റെ വാർഷിക പൊതുയോഗം നടന്നു. പുതിയ ഭാരവാഹികളെ പൊതുയോഗം തിരഞ്ഞെടുത്തു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.